വോട്ടർ ഐ ഡി ഉള്ളവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് എനിക്കോട്ടില്ലെങ്കിലും വിക്കാക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളൊരു 3 മണിക്കാണ് സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തീരെ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ വോട്ടും കഴിഞ്ഞ ഒരു സർവത്തും മേടിച്ചു കുടിച്ച് ഡാൻസിനെ കാത്തിരിക്കുന്നു. ഇനി നമ്മൾ 3 ഒറ്റ മൈൻഡിൽ മണ്ണാർക്കാട് ആനമൂലിയിൽ താറാമുട്ട കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായ പ്ലാനാണ്. ഈ ചുരം സൈലന്റ് വാലിക്ക് പോണ വഴിയുള്ള ചുരമാണ്. ഇപ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടാണെങ്കിലും ഇവിടെ അത്യാവശ്യം പ്രകൃതി രമണീയത്തിനുള്ളത്. താറാമുട്ടന്റെ ഷോപ്പുള്ളത് ചുരം കയറുന്നതിന്റെ മുന്നാണെങ്കിൽ നമ്മള് വ്യൂ കാണാൻ വേണ്ടിട്ട് 10 വരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഡാമിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ കുട്ടികളെ കണ്ടതിനെ കണ്ണും തുറച്ച് പേടിപ്പിച്ചു വിടില്ലെന്ന് ഓന്റെ എന്റർടൈൻമെന്റ്. പക്ഷെ ഇപ്പോൾ ഡാമിന് എടുക്കുന്നത് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഡാമിനെ ഞങ്ങൾ കാണുമ്പോൾ ചെറുക്കിലെടുത്തു. അവിടുന്ന് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ താഴെയുള്ള താറാമുട്ട കഴിക്കുന്ന ഷോപ്പിൽ പോയത്. ഈ ഷോപ്പിൽ ഒരു ദിവസം 300 കൂടുതൽ മുട്ട ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പുഴുങ്ങിയ താറാമുട്ട തൊലി നമ്മൾ തന്നെ തെളിച്ചിട്ട് ഒരു തരുന്ന പൊടി ഇതിലിട്ട് കഴിക്കലാണ് ഈ പരിപാടി. ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഇതുവരെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വരണമെന്ന്. കാരണം ഞാനത് വീട്ടിലുണ്ടാക്കിയിട്ട് ഈ വഴി വിട്ടിട്ടില്ല. ആനമൂളിയിലുള്ള ഈ ഒരു ഷോപ്പ് എല്ലാവർക്കും അറിയുന്ന വിചാരിക്കും. അതൊക്കെ ഇന്ന് രാത്രി നമുക്ക് വീട്ടിലൊരു വിരുന്നുണ്ടായിരുന്നു. വിരുന്നിലെ മെയിൻ ഹൈലൈറ്റ് ജീജോ ആയിരുന്നു. കാരണം നട്ടപ്പാത്തരക്ക് ഇഞ്ചി ഇത് കുട്ടപ്പനായിട്ടാണ് ജീജോ വന്നിട്ടുണ്ടാകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ അൻവറാക്കാനെ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. മൂപ്പര് ഫാൻസിന് ഈ ലുക്ക് ഓക്കെ ആവില്ല എന്ന്. പക്ഷെ ഞാൻ കാണിക്കും. ഇന്നത്തെ വിരുന്നിൽ ഇമ്മാന്റെ അമ്മകളുടെയും കുക്കിംഗ് കഴിവുകളും കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഇനി എല്ലാവരും വാഴ 2 കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി കണ്ടിട്ട് നമ്മൾ നേരെ കടന്നുറങ്ങാനാണ് പോയത്. അപ്പൊ അത്രയുള്ളൂ ഗൈസ്.